ശരിക്കും നമ്മുടെ ആര്യന് ഏഴിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് നൂറ. എന്താണ് ആ പണിയെന്നല്ലേ? അതായത് നൂറയ്ക്ക് കഴിഞ്ഞ കിരീടയുദ്ധം ടാസ്കിൽ ജയിച്ചത് വഴി കിട്ടിയ സൂപ്പർ പവർ വഴി ഓരോ ആഴ്ചയും ഓരോ ആൾക്കാരെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാം. 3 ആഴ്ച വരെ അങ്ങനെ ചെയ്യാം. ഈ ആഴ്ച നമ്മുടെ നൂറ അങ്ങനെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആര്യനെയാണ്. അതിനു വേണ്ടി നമ്മുടെ ഈ നൂറ പറഞ്ഞ റീസൺ വളരെ പ്രധാനപ്പെട്ട റീസൺസാണ്. ഒരൊറ്റ ആൾ പോലും മിണ്ടിയില്ല. കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നൂറ എന്തുകൊണ്ട് താൻ ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തിയത്. ഒന്നാമത്തെ കാര്യം, ആര്യന് സ്വന്തമായി യാതൊരു നിലപാടുമില്ല. ആ വീട്ടിൽ ജിസേലിൻ്റെ ഷാഡോ ആയിട്ടാണ് ആര്യൻ നിൽക്കുന്നത്. ജിസേലിന് പറയാനുള്ള കാര്യങ്ങൾ പോലും പറയുന്നത് ആര്യനാണ്. അപ്പോൾ ടാസ്ക് ചെയ്യുമ്പോൾ ആര്യ സ്വന്തമായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലാത്ത സമയത്ത് ആ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുമ്പോഴോ എല്ലാം ജിസേലിൻ്റെ സാരിത്തുമ്പത്ത് തന്നെയാണ് ആര്യൻ. അല്ലാതെ ആര്യന് സ്വന്തമായിട്ട് അഭിപ്രായമോ ഒന്നുമില്ല. ജിസേലിന് എന്താണോ പറയാനുള്ളത് അത് തന്നെയാണ് ആര്യൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരാൾ ഈ വീട്ടിന് ആവശ്യമില്ല. 2 പേർക്ക് ഒരാളായി കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല. ഇവിടെ ജിസേൽ മാത്രം മതി. ആര്യൻ നിന്നിട്ടും പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആര്യനെ ഞാൻ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്നു, അവർ വിലയിരുത്തട്ടെ എന്നാണ് നൂറ പറഞ്ഞത്. ഒരൊറ്റ ആളുകൾ പോലും മിണ്ടാതെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്തുകൊണ്ട് ആര്യനെ നോമിനേറ്റ് ചെയ്തു എന്ന് നൂറ വ്യക്തമാക്കി. എന്തായാലും 7ൻ്റെ പണി തന്നെയാണ് നമ്മുടെ ആര്യന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അപ്പാനി ശരത്താണ് പോയതെങ്കിൽ ഈ ആഴ്ച ആര്യൻ പോകുമോ എന്നാണ് പ്രേക്ഷകർ കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.